മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇവിടില്ല അവിടെ ഉണ്ട് ജാമ്യം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ നമ്മുടെ തോൾ തട്ടി ഓർമ്മിപ്പിക്കുന്നത്. ചില മുദ്രാവാക്യങ്ങൾ പോലെ കാലം നിങ്ങളുടെ തോളിൽ തട്ടി മന്ത്രിക്കുന്ന അതുപോലെയാണ് ചില സൂചനകൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന സിനിമാ നടൻ്റെ, മലയാള സിനിമാ നടൻ്റെ മുൻകൂർ ജാമ്യം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. ആ തള്ളിയ ജഡ്ജിമാരാരാണെന്നറിയാമെങ്കിലും അവരുടെ പേര് പറയുകയോ അവർക്ക് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യമുണ്ടായിരുന്നതായോ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ പേര് വലിച്ചിഴച്ച് സബ് ജുഡീസാകാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പ്രതിജ്ഞാബദ്ധവുമാണ്. പക്ഷേ അവിടെ അവശേഷിക്കുന്ന ഒരു കാര്യം, അടിക്കാൻ പിടിച്ച കുട്ടി ക്ലാസ്സിൽ കവിത ചൊല്ലിയില്ലെങ്കിൽ കുട്ടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ആ പാഠം അവിടെ അവശേഷിക്കും എന്ന് വിജയമാഷ് പറഞ്ഞിട്ടുള്ളത് പോലെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്ന് പറയാനൊക്കില്ല. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലേക്ക് പോകാൻ സിദ്ദിഖ് നിർബന്ധിതനായി. അതിനുവേണ്ടി 5-6 ദിവസക്കാലം കേരള പോലീസും സിദ്ദിഖും തമ്മിൽ ഒരു സാറ്റ് കളി നടന്നു. ഒളിച്ചേ കണ്ടേ കളി. കേരള പോലീസിനെ അറിയാതിരുന്നിട്ടാണോ സിദ്ദിഖ് എന്ന് പറയുന്ന പ്രമുഖൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ 6 ദിവസക്കാലം കൊച്ചിയിൽ തന്നെ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് താമസിച്ചു എന്ന് പറയുന്നത് ഒരു കാരണവശാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പോലീസ് പിടിച്ചില്ല, മുൻകൂർ ജാമ്യം കിട്ടി പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവണം. എന്തായാലും സുപ്രീം കോടതിയുടെയും ഡിവിഷൻ ബെഞ്ച് അത് പരിഗണിച്ചപ്പോൾ ഇത്രയും കാലതാമസം വന്നതിന്, പരാതി നൽകാൻ ഇത്രയും കാലതാമസം വന്ന എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പ്രധാനമായും അത് ഉന്നയിച്ചാണ് 2 ആഴ്ചക്കാലത്തേക്ക്, അതായത് കോടതി ഇനി ഈ കേസ് പരിഗണിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞാണ്, അതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള താൽക്കാലികമായ ജാമ്യം. പറഞ്ഞാൽ അത് മുൻകൂർ ജാമ്യം തന്നെയാണ്. താൽക്കാലികമായ ജാമ്യം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇനി കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നത് കക്ഷികൾക്ക് നോട്ടീസായി, ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ അതിജീവിതയ്ക്കും നോട്ടീസ് അയച്ചുകൊണ്ട് ആയിരിക്കും ഇനി കോടതി നടപടികൾ മുന്നോട്ട് പോവുക. എന്തായാലും ഈ വിധി സിദ്ദിഖിന് ഒരു ആശ്വാസമാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുകുൾ റോത്തക്കി കോടിക്കണക്കിന് രൂപ അപ്പിയറിംഗ് ഫീസ് വാങ്ങിക്കുന്ന ഒരു ജഡ്ജിയാണ്. ഏറ്റവും LLB കഴിഞ്ഞ് സന്നദ്ധ എടുക്കുന്ന ഏതൊരു യുവ അഭിഭാഷകനും പറയുന്നത് മാത്രമാണ് റോത്തക്കി അവിടെ പറഞ്ഞത്. എൻ്റെ കക്ഷിക്ക് ഇതാദ്യമായിട്ടുള്ള കേസാണ്, കക്ഷി കേസുമായി സഹകരിക്കുന്ന ആളാണ്, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല, മാത്രമല്ല മറ്റുള്ള നടന്മാർക്കെല്ലാം ജാമ്യം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കക്ഷിക്കും ജാമ്യം ലഭിക്കണം. ഇത്രയും കാര്യങ്ങളെ റോത്തക്കി അവിടെ പറഞ്ഞുള്ളൂ. പക്ഷേ റോത്തക്കിയുടെ മുമ്പിൽ ഇങ്ങനെ കാലങ്ങൾ ഇത്രയുമായി, ഇത്ര കാലമായിട്ടും ഇത് എന്തേ പരാതി നൽകിയില്ല എന്ന് പരാതിക്കാരിയെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലാണ് വിധിയുടെ പ്രതിഫലനം, പ്രത്യാഘാതം വന്നു ചേരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സിദ്ദിഖ് താൽക്കാലിക ജാമ്യം നേടി പുറത്തു വന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമായി ചർച്ച ചെയ്ത് നേരിട്ട് ഈ പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുമായിട്ട്, പ്രത്യേക അന്വേഷണ സംഘവുമായിട്ട് സംവാദത്തിന് ചെല്ലാൻ പോവുകയാണ്. സൗകര്യമായിട്ട്, എത്ര വലിയ സൗകര്യമാണ്, സംവാദത്തിന് അങ്ങോട്ട് ചെല്ലാൻ പോവുകയാണ്. അവർ നോട്ടീസ് കൊടുത്ത് വിളിച്ചില്ലെങ്കിലും അങ്ങോട്ട് ചെല്ലാൻ പോവുകയാണ്.
ഇതൊക്കെ കാശ് കണ്ടുള്ളൊരു കളി എന്നുള്ളതല്ലാതെ സാധാരണക്കാരനായിരുന്നു ഈ B2 വിവാദത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഈ മുൻകൂട്ടി ജാമ്യം നേടിയ എല്ലാ നടന്മാരും ആവശ്യത്തിന് പൈസ ചിലവാക്കിയിരുന്നില്ലെങ്കിൽ എന്താണ് അവസ്ഥ? എല്ലാം ഇപ്പോൾ അകത്ത് കിടക്കേണ്ടി വന്നതിന്. അതാണ് ഇവിടെ പറയുന്നത്, പണത്തിന് മീതെ പിണവും പറക്കില്ല പിണറായിയും പറക്കില്ല എന്ന് പറയുന്ന ഉള്ള ആ പഴഞ്ചൊല്ലൊന്ന് കൂട്ടിച്ചേർക്കാം, ഒന്ന് പുതുക്കാമെന്നുള്ളതാണ് അവസ്ഥ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നാണ് ഇത് തെളിയിക്കുന്ന കാര്യം. ഇപ്പം സാധാരണ ഒരു പോക്സോ കേസിൽപ്പെട്ട പ്രതിയാണെങ്കിലോ നാട്ടിൻപുറത്തെ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയാലും ശരി, അവനെ മുൻകൂർ ജാമ്യവുമില്ല, അവൻ വിചാരണ കൂടാതെ തടവിൽ പാർക്കണം എന്ന വിധി വരെ വന്നേക്കാം. ഇതാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ അവസ്ഥ. ഏതൊരു സാധാരണക്കാരൻ്റെയും യുക്തി അനുസരിച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടുത്തെ കോടതി, ഹൈക്കോടതി, പരമോന്നത കോടതി വളരെ പുരോഗമനപരമായ നിരീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് സിദ്ദിഖിൻ്റെ. കാലമതത്ര കഴിഞ്ഞാലും കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം കുറയുന്നില്ല എന്നാണ് ഹൈക്കോടതി നടത്തിയ പുരോഗമനപരമായ വീക്ഷണം. പക്ഷേ അതേ കേസ് തന്നെ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഇത്രയും കാലം എവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. എന്തായാലും റൂൾ ഓഫ് ലോയിൽ നിലവിൽ ഉള്ളതാണ്, കാലം എത്ര കഴിഞ്ഞാലും ഒരു ലൈംഗികാരോപണ കേസ് ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ള ചരിത്ര പ്രസിദ്ധമായ വിധി സുപ്രീം കോടതിയുടെ തന്നെ നിലനിൽക്കവെയാണ് ഇത്തരം ജാമ്യ ഇളവുകൾ അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസങ്ങൾ കൊടുക്കുന്നതെന്ന് കൂടി നാം കാണണം. എത്ര കാലം കഴിഞ്ഞിട്ടായാലും ആ പീഡന പരാതി നൽകാൻ അതിജീവിതകൾക്ക് അവസരമുണ്ടെന്നുള്ള സുപ്രീം കോടതി ഈ ലോ ഓഫ് ലാൻഡായി നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വിധി വന്നത് കൂടി ഓർക്കണം. അപ്പോൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഇവിടെ ജാമ്യം കിട്ടിയില്ല, അവിടെ വലിയ വക്കീലിനെ വെച്ച് വാദിച്ചപ്പോൾ ജാമ്യം കിട്ടി. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു സാധാരണ കോമൺ ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്? പൈസയുള്ള വക്കീലിനെ വെച്ച് വാദിച്ചാൽ ജാമ്യം കിട്ടുമെന്ന് തന്നെയല്ലേ? സാധാരണക്കാരൻ്റെ ബുദ്ധിയാണത്. സാധാരണക്കാരൻ ചിന്തിക്കുന്ന വഴി ഇങ്ങനെയാണ്. എന്തായാലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയും പൊതുസമൂഹത്തിൻ്റെ ഒബ്സർവേഷൻ കൂടി, പൊതുസമൂഹത്തിൻ്റെ മൂഡ് കൂടി മനസ്സിലാക്കണം. കോടതികളുടെ മൂഡാണ് യഥാർത്ഥത്തിൽ ഈ വിധികൾ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഒരു വിധത്തിൽ പറയാം. അപ്പോൾ ആ കോടതി മൂഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, മോൾഡ് ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ധാരണ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം ആ വിധി. അവിടെ നിന്നും പുറത്തു വരുന്ന വിധി എന്നുള്ളത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ കേൾക്കാൻ സാഗൂതം കാതുകൂർപ്പിച്ചിരിക്കുകയാണ് എന്ന് കൂടി മനസ്സിലാക്കണം എന്ന് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ആളുകളെ കൂടി, മനുഷ്യരെ, നല്ല മനസ്സുള്ള സുമനസ്സുകളായ ജഡ്ജിമാരെയും അനുബന്ധ ഉദ്യോഗസ്ഥരെയും കൂടി ഓർമ്മിപ്പിക്കുന്നു. സാധാരണക്കാരന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നിങ്ങളുടെ വിധികളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും മാറാൻ പാടില്ല എന്ന് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് അഭ്യർത്ഥിക്കുകയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.